അപ്പൊ ഇതില് നമുക്ക് ജാതി മതം അങ്ങനെ ഒരു പക്ഷപാതം ഇല്ല. കൈരേഖശാസ്ത്രം എന്ന് പറയുന്നത് പിന്നെ ഒരു കാലങ്ങളായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അപ്പോ അതുപോലെ തന്നെ ചേട്ടൻ അറിയാം, ചേട്ടൻ പുളുവൻ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ കൂടെ അല്ല. പക്ഷെ സാധാരണ ഈ കൈരേഖശാസ്ത്രം നോക്കണതില് കുറവന്മാരും കാക്കാലന്മാരൊക്കെയാണെന്നാണ് സാധാരണ പൊതുവെ പറഞ്ഞു വരുന്നത്. പക്ഷെ ചേട്ടൻ വേറൊരു വ്യത്യസ്തമായ ഒരു ജാതിയിൽപ്പെട്ട ആളാണ്. ചേട്ടൻ കാലങ്ങളിലായിട്ട് ഹസ്തരേഖാശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ചേട്ടൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും ഈ ശാസ്ത്രത്തെ കുറിച്ചും ഇതില് ബന്ധപ്പെട്ടുള്ള ദൈവങ്ങളെ കുറിച്ച്. ഞങ്ങൾ വന്നത് തന്നെ ഒരു ദൈവികമായ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചേട്ടന്റെ ഒരു മനുഷ്യന്റെ ശാസ്ത്രം പറയുക എന്ന് പറയുന്നുണ്ട് നിസ്സാരമായിട്ടല്ല. അത് പഠിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ വെറുതെ ഇരുന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. തത്ത വെച്ച് കിളിക്കൂട് വെച്ച് കിടക്കുന്നതല്ല ശാസ്ത്രം. അതിനെന്തറിയാം, മിണ്ടാത്താനെയാണ്. മനുഷ്യൻ പഠിച്ചെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എഴുതാനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പഠിച്ചതുകൊണ്ട് മാത്രമേ, ഞാൻ ഇവിടെയല്ല പഠിച്ചത്, വടക്കേന്ത്യയില്. ശരിയായി പഠിച്ചതിന് ശേഷം ഇത് വന്നതിന് ഇവിടെ നോക്കുന്നത്. വീണ്ടും വീണ്ടും വള്ളിമണി മുണങ്ങി. സത്യമായിട്ട് പറയുമ്പോൾ മാത്രമേ അത് അടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അടിക്കുകയില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ പറയുന്നത് എന്നെ ഇപ്പൊ വന്നൊരു പെൺകുട്ടി കുറച്ചു മുമ്പ് അവർ കൈ നോക്കാൻ വന്നു. ആ കുട്ടിയിൽ 2 വാക്കുകൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്: പോയിട്ട് വാ, വരേണ്ട ആവശ്യമില്ല. മനസ്സിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിൽ മാത്രമേ കൈ നോക്കാൻ ആൾ വരുന്നു. എന്തുകൊണ്ട്? സ്വന്തം മനസ്സിന്റെ സമനില തെറ്റുമ്പോൾ മാത്രം. തെറ്റുന്നത് ഇവിടുന്നാണ്. കുടുംബത്തിൽ നിന്ന് തെറ്റും, കൂട്ടുകാരിൽ നിന്ന് തെറ്റും, ബന്ധുവിൽ നിന്ന് തെറ്റും. അപ്പോഴാണ്, ആ പറയുമ്പോഴാണ് കഷ്ടകാലങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. അല്ലാത്തവർക്ക് അത് അറിയത്തില്ല. സത്യമതാണ് കൈനോട്ടത്തിന്റെ. കൈനോട്ടം ഇവിടെ നിന്നുള്ള മുരുകനാ ഉണ്ടാക്കിയിട്ടുണ്ട്. പളനി മുരുകന്റെ അടുത്ത് പോയി 101ാമത്തെ പടിയിൽ കയറുമ്പോൾ അറിയാം നയിക്കുന്ന സ്വാമി ഏതാണെന്ന്. ആ സ്വാമിയെ കണ്ടാൽ മതി, കഷ്ടകാലം തീരും. ആരെങ്കിലും ആയിരിക്കും. ചെയ്യുന്ന വാക്കുകളും ശരീരവും ഒരുപോലെ പ്രവർത്തിക്കുവാണെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ മാത്രം ദൈവം ഇരിപ്പുള്ളത്. സ്വന്തം ഭൂമിയിലോട്ട് കണ്ണുനീര് 2 തുള്ളി വീഴട്ടെ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ കാണും. അതാണ് സത്യം. പിന്നെ അനുഭവങ്ങൾ, രേഖകൾ, അത് പാളിച്ച് തലവര, ഇതെല്ലാം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെ. താങ്കൾ ജനിക്കണമെന്ന് തീരുമാനിച്ചത് തന്നെ അത് തീരുമാനിച്ചതിന് ശേഷം തന്നെ വരച്ചിട്ടുണ്ട്. അതാണ് അമ്മയുടെ മുക്കൾ കൂടി വിട്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള തന്റെ ജന്മമാണ്. താൻ അവിടെ നിന്ന് ജീവിക്കുകയാണ്. താൻ എന്ത് തെറ്റ് ചെയ്താലും തന്റെ തെറ്റുകൾ തന്നിൽ ഒതുങ്ങും. ഇതാണ് സത്യസന്ധത. കുറത്തി എന്നുള്ള സങ്കല്പത്തെ കുറിച്ചിട്ട് 2 വാക്ക്. കുറത്തി, കുറവനും കുറത്തി ശരിക്കും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നമ്മൾ രാമക്കൽമേടി പോയി നോക്ക്. കുറവനെയും കുറത്തിയും കുട്ടിയെയും കോഴിയും കാണാം നിങ്ങൾക്ക്. ഒരിക്കൽ പോയി നോക്ക്. അതാണ് ഇടുക്കി ഡാം നിർമ്മിച്ച് കുറവനും കുറത്തി വഴികാട്ടി കൊടുത്തു. കൊന്നുകളഞ്ഞു, സായിപ്പ് കൊന്നുകളഞ്ഞു. എന്തറിയാം ലോകത്തെ കുറിച്ച്? ഇപ്പോൾ ആ പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. 24 അടി ഉയരത്തിൽ വെച്ചിട്ടുണ്ട്. രാമക്കൽ മേട് പോയി നോക്ക്, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത്. ശിവനും പാർവതിയും എന്നുള്ള സങ്കല്പത്തെ, ശിവനും പാർവതി ഇവിടെ തന്നെ ഉണ്ട്. ഈ മണ്ണിന്റെ പ്രത്യേകത എന്നാണെന്ന് അറിയാമോ? ഇതാണ് ശങ്കരാചാര്യർ ജനിച്ച മണ്ണ്. കാലടിയിലുണ്ട്. ഇവിടെയാ പോയി കാലടി സ്ഥാനമേറ്റ്. ആ ജന്മം എന്തായിരുന്നു അറിയുമോ? അറിയേണ്ടവർക്കറിയും. 12 വർഷം തപസ്സിരുന്ന ഈ അമ്പലത്തിന്റെ മുന്നിലാണ്. ചരിത്രം ഭയങ്കരമാണ്. അറിയുന്നവരറിയാം, അറിയാത്തവരറിയാം. ആറാട്ടുപുഴ പൂരത്തിൽ നമ്മൾ പോകാറുണ്ട്, പങ്കെടുക്കാറുണ്ട്, കൈ നോക്കാറുണ്ട്. ഐതിഹ്യങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് ഇതൊന്നും സത്യമാണെന്ന് പറയാൻ പറ്റുമല്ലോ. ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചാൽ താങ്കൾക്ക് പറയാൻ ഉത്തരമില്ല.